നമ്മൾ ഇന്ന് ഈ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിലാണ് ആവശ്യമുള്ളത്. ഗ്ലാസ് ബോട്ടിലിൻ്റെ മേലെ സ്റ്റിക്കർ ഉണ്ടാവില്ലേ, അത് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ ഞാൻ ചെയ്യാറുള്ളത്, കുറച്ച് തിളച്ച വെള്ളം എടുക്കുക, അതിലേക്ക് ഒരല്പം ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുക, എന്നിട്ട് ഈ ബോട്ടിൽ ഒരു 5 മിനിറ്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലത്തെ സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നന്നായിട്ട് സാധാരണ തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പൊക്കെ അനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളാണ് നല്ലത്. ഇതിനായിട്ട് നമുക്ക് ഗ്ലൂ റെഡിയാക്കി എടുക്കണം. വൈറ്റ് കളറിലുള്ള ഏത് ഗ്ലൂ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഫെവിക്കോളോ ഏത് വേണമെങ്കിലും എടുക്കാം. 1 സ്പൂൺ ഗ്ലൂവിൽ 1 സ്പൂൺ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിനായിട്ട് ഗ്ലൂ റെഡിയാക്കി എടുക്കാനായിട്ട്. അതായത് എത്ര ഗ്ലൂ എടുക്കണോ അത്രയും തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ബ്രഷ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു കോട്ടും കൂടി കൊടുക്കുക നമ്മൾ ഗ്ലൂ വെച്ചിട്ട്. അപ്പം നന്നായിട്ട് അതിൽ ഒട്ടിയിരുന്നോളും. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല നീറ്റായിട്ടൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. കുറച്ച് ചുളിവുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് ചുളിഞ്ഞൊക്കെ ഇരുന്നാലാണ് നമുക്കൊരു ടെക്സ്ചർ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെക്സ്ചർ ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടും ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഈ മേൽഭാഗത്തൊക്കെ എക്സ്ട്രാ വരുന്നത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് കുറച്ച് സമയം വെച്ച് നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഈ ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്താണ് ഞാനിത് ചെയ്യണത്. ഇപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഈ രീതിയിൽ ഒരു 3 വരിയായിട്ട് നമ്മൾ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മൾ 3 വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. കുട്ടികൾക്ക് കളിക്കുന്ന ക്ലേ അല്ല കേട്ടോ ഇത് പുറത്തിരുന്നാൽ ഡ്രൈ ആവും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആവശ്യം കഴിഞ്ഞാൽ നന്നായിട്ട് മടക്കി ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരല്പം മാത്രം ക്ലേ നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പരന്നൊരു പ്രതലത്തിൽ വെച്ചിട്ടോ ഇത് ഉരുട്ടിയെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ട്രീ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കണത് കേട്ടോ. ഇത് കയ്യിലൊന്നും ഒട്ടാണ്ടിരിക്കാൻ നമുക്ക് ടാൽക്കം പൗഡർ ഇല്ലേ, നമ്മുടെ ഫേസിലിടുന്ന പൗഡർ, അത് യൂസ് ചെയ്യാം. ഈ രീതിയിൽ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഇത് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ്. ഡ്രൈ ആയിട്ടും ഉണങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ കൂടെ നമ്മൾ ഈ ക്ലേ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ട്രീ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറച്ച് ചില്ലകളും ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ബോട്ടിൽ ആർട്ടിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽസ് യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് കൂടുതൽ നന്നാവുക. പക്ഷേ ഗ്ലാസ് ബോട്ടിൽ തന്നെ നമുക്ക് പലതരം ബോട്ടിൽ കിട്ടുമല്ലോ. വൈൻ ബോട്ടിലോ അതല്ലെങ്കിൽ ഇപ്പോൾ കെച്ചപ്പിൻ്റെ ബോട്ടിലോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ജ്യൂസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് കത്തിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇലകളൊക്കെ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് കുറച്ച് ക്ലേ എടുക്കുക കയ്യിൽ. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. അതിനി നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് മേലെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
ഓരോരോ ഇലകളായിട്ടല്ല ഞാനിവിടെ ചെയ്യണത്, ഒരു കൂട്ടം ഇലകൾ ആ രീതിയിലാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൽ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. ഈ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലീഫായിട്ട് വെച്ചിട്ടില്ലേ, അതിലാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലേ എടുക്കുക, ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക, നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം കത്തി യൂസ് ചെയ്ത് 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ചതുരം ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് ചപ്പാത്തി പോലെ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വീടാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോണത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽക്കൂര വേണം. അതിനായിട്ട് സെയിം രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. അത് ഞാനിതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരു മേൽക്കൂര പോലെ തോന്നാനായിട്ട് ഇതുപോലെ ഷാർപ്പായി എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ഇനി കയ്യിൽ വെച്ചിട്ട് തന്നെ ക്ലേ ഒന്ന് ഉരുട്ടിയെടുക്കുക. കുറച്ച് തിന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇതിന് ഡോർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഞാൻ സെയിം ബാംബൂ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഇതിൽ ഇതുപോലെ ഒന്ന് ഡോട്ടുകളിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് വിൻഡോ വെച്ച് കൊടുക്കണം. അതിനായിട്ട് വിരൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ക്ലേ ഉരുട്ടിയെടുത്തിരിക്കുകയാണ്, വളരെ തിന്നായിട്ട്. അത് ചെറിയ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ വിൻഡോയുടെ സ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും വിൻഡോ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടത് ആക്രിലിക് കളറാണ് കേട്ടോ. ബ്ലാക്ക് കളർ ആക്രിലിക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ഫുള്ളായിട്ടും നമ്മൾ ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ താഴെ കാർഡ്ബോർഡ്സൊക്കെ ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ ഇടയിലൊക്കെ നല്ലോണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിലത്തെ കളറൊന്നും കാണാൻ പാടില്ല. മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഈ വായ്ഭാഗമില്ലേ, നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഗ്രീൻ കളർ പെയിൻറ്റ് എടുക്കുക. ആക്രിലിക് കളർ തന്നെയാണ് എടുക്കേണ്ടത്. അതൊരു സ്പഞ്ചിൽ കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഈ ലീഫുകളില്ലേ അവിടെയാണ് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇതിൽ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇത് ശരിക്കുള്ള ബ്രൗൺ അല്ല, ഒരു ചെങ്കല്ലിൻ്റെ കളറാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളർ യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. ഗ്രീനും റെഡും യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഗോൾഡൻ കളർ പെയിൻ്റാണ് യൂസ് ചെയ്യണത്. ഗോൾഡൻ കളർ ആക്രിലിക് പെയിൻറ്റ് കിട്ടും, അതുപോലെ തന്നെ പൗഡർ കിട്ടും. ആക്രിലിക് പൗഡറാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മീഡിയം വാങ്ങിക്കണം. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഒരല്പം ഗ്ലൂ എടുത്തിട്ട് ഈ ആക്രിലിക് പൗഡർ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്യണേക്കാളും അല്ലെങ്കിൽ സ്പഞ്ച് വെച്ചിട്ട് ചെയ്യണേക്കാളും നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഈ രീതിയിൽ പൊന്തിയിരിക്കണ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിനൊരു ആൻറ്റിക് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിൽവർ പെയിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുക. അതാവുമ്പോൾ ഇത് വെള്ളം നനഞ്ഞാൽ ഒന്നും കേടാവാണ്ട് എക്കാലത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാൻ പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക.